ജോർജോസ് സാർ, രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത പീഡന കേസിൽ ഹൈക്കോടതി 15 വരെ അറസ്റ്റ് തടഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് രണ്ടാമത്തെ കേസിൽ, അതായത് ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാളിയായ 23-കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് അഡീഷണൽ സെഷൻസ് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുമോ രണ്ടാമത്തെ കേസിൽ? അതിനുള്ള സാധ്യത കുറവാണ്. കാരണം ഒന്ന്, മാങ്കൂട്ടത്തിനെ കണ്ടെത്തണമല്ലോ. പോലീസ് മാങ്കൂട്ടം എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്ത് പൊളിറ്റിക്കലായിട്ട് ഒരു ഗെയിൻ സമ്പാദിക്കാൻ പോലീസ് പോകുന്നത് ശരിയല്ല. കാരണം ആദ്യത്തെ കേസിനകത്ത് നമുക്ക് കണ്ടല്ലോ, അതിനകത്ത് റേപ്പ് നിലനിൽക്കത്തില്ല എന്ന് നമ്മളെപ്പോലുള്ളവരും പറഞ്ഞ് പല ആൾക്കാരും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അത് ശാസ്ത്രങ്ങൾ അജിത്ത് അത് തന്നെയാണ് വാദഗതി ഇവിടെ ഉന്നയിച്ചത്. പക്ഷേ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ജാമ്യം കൊടുത്തില്ല.